ഞാൻ വളരെ ചുരുക്കം സിനിമകൾ മാത്രമാണ് കണ്ടിട്ട് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറയാറുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ. പക്ഷെ നിങ്ങൾ പോയി കണ്ടു നോക്കുക, നിങ്ങൾ എന്തായാലും ടിക്കറ്റ് എടുത്തു വന്നൊക്കെ ചുരുക്കം സിനിമകളെ കുറിച്ച് മാത്രമേ ഞാൻ പറയാറുള്ളൂ. അപ്പോൾ ആ ചുരുക്കം സിനിമകളിൽ പെട്ട ഒരു സിനിമ തന്നെയാണ് സൂക്ഷ്മദർശിനി. നല്ല അടിപൊളി സിനിമയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഓൾറെഡി, ഞാൻ ഇന്നാണ് ഈ ഒരു സിനിമ കണ്ടത്, നിങ്ങൾ ഓൾറെഡി ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓൾറെഡി പടം കണ്ട ആൾക്കാരായിരിക്കും. ഇപ്പോഴും പടം കാണാത്ത ആളുകളുണ്ട്, ഇങ്ങനെ ഡൗട്ട് അടിച്ച് അല്ലെങ്കിൽ മടിച്ചിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ. നല്ലൊരു സിനിമയാണ്, ഒരിക്കലും നിരാശപ്പെടില്ല. അടിപൊളി സിനിമ, ടോട്ടൽ സാറ്റിസ്ഫാക്ഷൻ എന്തായാലും ഉണ്ടാവും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഞാൻ പല സിനിമകളെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുമ്പോഴും പറയുന്നൊരു കേസാണ്, നമ്മൾ ഒരു നല്ല സിനിമയായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ഒരു എക്സ്പെക്റ്റേഷനൊക്കെ വെച്ച് പോകുന്ന സമയത്ത് ആ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് ആ സിനിമ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക, അല്ലെങ്കിൽ ആ എക്സ്പെക്റ്റേഷൻ്റെ മേളിലേക്ക് ആ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുക എന്നൊക്കെ പറയുന്നത് അത് വലിയൊരു കാര്യം തന്നെയാണ്. ഓക്കെ, അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം തന്നെയാണ്. സോ ഈ ഒരു സിനിമ കണ്ട് ഇറങ്ങി വന്ന സമയത്ത് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വീണ്ടും പറയുന്നു, അടിപൊളി സിനിമ സൂക്ഷ്മദർശിനി. എന്തൊക്കെ പേരുകളാണല്ലേ. എന്താണ് ആക്ച്വലി സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ സൂക്ഷിച്ച് ചില കാര്യങ്ങളൊക്കെ ദർശിച്ചു കഴിഞ്ഞാൽ, ദർശിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള കൃത്യമായ ധാരണ നമുക്ക് കിട്ടും. കൃത്യമായ ധാരണ കിട്ടിയില്ലെങ്കിലും സൂക്ഷിച്ച് ദർശിച്ചു കഴിഞ്ഞാൽ ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ നമുക്ക് തോന്നും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ സിനിമ കാണുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് എന്താണ് നമ്മൾ ഉദ്ദേശിച്ചതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അടിപൊളി അടിപൊളി. ചിലത് പറയണമെന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഫ്രഷ് ആയിട്ട് തന്നെ തുടക്കം തൊട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യും. ഭയങ്കര എൻഗേജിങ് ആണ്, ഭയങ്കര എൻഗേജിങ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ഒരു നമുക്കിങ്ങനെ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ എന്ന സംഭവം ലൈക്ക് എന്താണ് ചെറിയ രീതിയിൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ എന്നാലും നമ്മൾ ആ സിനിമയിലേക്ക് ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിരിക്കും. അതാണ്, അത്രയും എൻഗേജിങ് ആയിട്ടാണ് ഈ ഒരു സിനിമ പോകുന്നത്. മനസ്സിലായോ? അത് നിങ്ങൾ സിനിമ കാണും, ഞാൻ കൂടുതലൊന്നും പറയുന്നത്, നിങ്ങൾ സിനിമ കാണും. അടിപൊളി സിനിമയാണ്. പിന്നെ ഞാൻ തമ്പനിയിൽ കൊടുത്ത സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോണത്. നസ്രിയ, എന്താണ് നസ്രിയ? നസ്രിയ ഇങ്ങനെയൊന്നും ഇരുന്നാൽ പോരട്ടോ. എന്തെങ്ങനെ ഇരിക്കണത്? കുറച്ചും കൂടിയൊക്കെ ആക്റ്റീവ് ആവണ്ടേ? കുറച്ചും കൂടിയൊക്കെ ആക്റ്റീവ് ആവണം. സിനിമകൾ ചെയ്യണം, സിനിമകൾ ചെയ്യൂ, സിനിമകൾ തിരഞ്ഞെടുക്കൂ. വരൂ, കടന്നു വരൂ. എന്ത് രസമായിട്ടാണ് അവർ ചെയ്യുന്നത്, എന്ത് നാച്ചുറലായിട്ടാണ് അവർ പെർഫോം ചെയ്യുന്നത്. അടിപൊളി. അവർ നല്ലൊരു ആക്ട്രസ്സാണ് അവർ. എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ അകത്ത് അവരുടെ പരിപാടികൾക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അവരെ സ്ക്രീനിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നുകയാണ് ചെയ്തത്. അവർ കുറച്ചും കൂടി ആക്റ്റീവ് ആവണം. ഞാൻ ജ്യോതിർമയുടെ ഒക്കെ കേസിൽ പറഞ്ഞ പോലെ രണ്ട് പെർഫോമൻസിനെ തമ്മിൽ കമ്പയർ ചെയ്യില്ല ഞാൻ. ജ്യോതിർമയി മറ്റേ ഒരുപാട് കാലത്തിന് ശേഷമാണ് മറ്റേ ഇതിൽ ബൊഗൈൻവേലിൽ വന്ന് അഭിനയിച്ചു. അവർ അപാര അഭിനയമായിരുന്നില്ലേ, കിടിലൻ അഭിനയമായിരുന്നില്ലേ. അത് ഞാൻ അവരുടെ കേസിൽ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറയുന്നത്. രണ്ടുപേർക്ക് രണ്ടുപേരുടേതായ കഴിവ് ഞാൻ കമ്പയർ ചെയ്യില്ല. ബട്ട് സ്റ്റിൽ സെയിം ഫീലിംഗ് ഫോർ നസ്രിയ നസീം. അവർ കുറച്ചും കൂടി ആക്റ്റീവായിട്ടൊക്കെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ അകത്ത് അവർ നന്നായി ചെയ്തിട്ടുണ്ട്. എന്ത് നാച്ചുറലായിട്ട് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേസിലിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ, ബേസിലെ എന്താണ് ബേസിൽ തന്നെയാണോ? ബേസിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ നമുക്കറിയാം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പരിപാടിയാണത്. ഉള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അടിപൊളിയായിട്ട് മൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ടിപ്പിക്കൽ ബേസിലായിട്ട് തോന്നിയതേ ഇല്ല എനിക്ക് പേഴ്സണലി. ബാക്കിയുള്ളവരുടെ കാര്യം അറിയില്ല, എൻ്റെ കാര്യം ഞാൻ പറയാം. എനിക്കത് ഒരു വല്ലാത്ത ക്യാരക്ടറാണ് അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറാണ് അത്. ബേസിലാണെന്ന് തോന്നില്ല, ഒരു യൂഷ്വൽ ബേസിലാണെന്നുള്ള പരിപാടി തോന്നില്ല. അത് മൂപ്പര് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തതുകൊണ്ടാണ് ആ ഒരു ബേസിൽ എന്നുള്ള സാധനം കിട്ടാതിരുന്നത്. അത് ആ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കിടലിനായിട്ട് വന്നിട്ടുണ്ട്. ബേസിൽ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ എന്താണ് ഇതിൻ്റെ ഡയറക്ടർ എടുത്തു പറയാൻ? എന്താണ് MC ജിതിൻ, റിട്ടേൺ അതുൽ രാമേന്ദ്രൻ ആൻഡ് ലിവിൻ ടി.വി. എന്താ എഴുത്ത്, എന്താ ഡയറക്ഷൻ, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക്. അതും ടക എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് മൂപ്പര്. പിന്നെന്താണ്, പിന്നെ കുറേ ആളുകളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. എല്ലാവരും അവരവരുടെ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ധാർത്ഥ് ഭരതൻ എനിക്ക് ഭയങ്കരമായിട്ട് ഈ സിനിമയ്ക്കകത്ത് ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. പിന്നെ മറ്റേ പ്രേമലൂരിൽ അഭിനയിച്ച ആ പുള്ളിക്കാരുടെ പേര് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അവരും ഇതിൻ്റെ അകത്ത് നല്ല രസമാണ്. പിന്നെ മറ്റേ ആവേശത്തിൽ അഭിനയിച്ച പുള്ളിക്കാരി ഇതിൻ്റെ അകത്ത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഐ എം സോറി, ഞാൻ
എനിക്ക് പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. പേര് എനിക്ക് അറിയാം, പക്ഷെ എനിക്ക് പെട്ടെന്ന് ഇപ്പോൾ സ്ക്രിപ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ക്യാമറ ഓണാക്കി വെച്ചിട്ട് അഭിപ്രായം പറയുന്നതായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചില ആൾക്കാരുടെ ഫേസ് വരും, പക്ഷെ അവരുടെ എന്താ പറയുക, നെയിം പെട്ടെന്ന് വരില്ല. സോ അത് മനഃപൂർവ്വമല്ല, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ അവരൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സിനിമ. ഈ ബേസിലിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടാ, ഈ ബേസിലിൻ്റെ സിനിമ ഒക്കെ തിയേറ്ററിൽ ഇറങ്ങുന്ന സമയത്തെ ഈ റിവ്യൂസൊക്കെ കണ്ടിട്ട് സിനിമ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ തീരുമാനിച്ചിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ബേസിലിൻ്റെ പടം ഇറങ്ങുന്ന സമയത്ത് റിവ്യൂ കണ്ട് സമയം കളയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. കാര്യം ബേസിലിൻ്റെ സിനിമയാണോ, ബേസിലുണ്ടോ അതിൻ്റെ അകത്ത്? ബേസിലുണ്ടെങ്കിൽ അത് നല്ലൊരു സിനിമയായിരിക്കും, അടിപൊളി സിനിമയായിരിക്കും. ഇതാണ് ഹിറ്റാവും ആ സിനിമ. അങ്ങനൊരു കാഴ്ചപ്പാട് ഒരുപാട് ആളുകൾക്ക് ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം തന്നെ അങ്ങനെ ഒരുപാടുണ്ടല്ലോ. ബേസിൽ തലവയ്ക്കുന്ന സിനിമകളെല്ലാം നല്ല സിനിമകളാണ്. ബേസിൽ ഹിറ്റുകളിൽ നിന്ന് ഹിറ്റുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള പരിപാടികൾ പിടിക്കുന്നു, കഥകൾ. അത് എന്താ പറയുക, അതാണ് ബേസിലിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ പറഞ്ഞ റിവ്യൂ കണ്ട് സമയം കളയാണ്ട് നേരെ ബേസിലുണ്ടോ, ബേസിലിൻ്റെ തല ബേസിലെ സിനിമയിൽ എന്നോ പിന്നെ പോയി കണ്ടു കളയാം. ഈ ഒരു സെറ്റപ്പായി ബേസിലിൻ്റെ കേസിൽ. ഇപ്പോൾ സൂക്ഷ്മദർശനയുടെ കേസിൽ പറയുകയാണെങ്കിൽ ബേസിൽ ഒരു ഫാക്ടറി, പിന്നെ ഓഫ് കോഴ്സ് നസ്രിയനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പോൾ നസ്രിയയും ബേസിലും കൂടിയും ഒരുമിച്ചൊക്കെ വരുന്ന സമയത്ത് എന്താ പറയുക, കുറച്ചും കൂടി കൂടുതൽ ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ സിനിമ കാണാനുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടെന്നുള്ളൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാവുക, കടന്നു കയറുക തിയേറ്ററിൻ്റെ അകത്തേക്ക്. ഇങ്ങനൊരു സംഭവം നടക്കുന്നുണ്ട്. പിന്നെന്താണ്, ഞാൻ സെക്കൻഡ് ഡേ ആണ് പടം ഇറങ്ങി ഇന്നലെയല്ലേ, പടം ഇറങ്ങിയത് ഇന്നലെയാണ്. ഞാൻ ഇന്നാണ് പോയി കണ്ടത്. തിരക്കായിരുന്നു, ഫുള്ളായിരുന്നു, തിയേറ്റർ ഫുള്ളായിരുന്നു. അടുത്ത ഷോയ്ക്കുള്ളതും 2:30 ഷോവിനാണ് ഞാൻ കയറിയത്. ഇപ്പോൾ 2:30 ഷോവും ഫുള്ളായിരുന്നു, മോർണിംഗ് ഷോ ഫുള്ളായിരുന്നു, ഈവനിങ്ങിൽ വരാൻ വേണ്ടി പോകുന്ന ഷോവും ഏകദേശമൊക്കെ ഫില്ലാണ്. ഞാനിപ്പോൾ മറ്റേതിലൊക്കെ നോക്കിയ സമയത്ത് അറിയാൻ വേണ്ടി കഴിഞ്ഞതാണ്, ഫില്ലാണ്. അങ്ങനെ അത് ഹിറ്റായിടും. അത് ഹിറ്റായി, അടിപൊളി. എല്ലാം അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ദീപക് പരമ്പോൾ എന്നല്ലേ പുള്ളിയുടെ പേര്? അയ്യോ പുള്ളിയുടെ പേര് അളിയാ, ക്ഷമിക്ക്. ഇപ്പം എനിക്ക് നിങ്ങളുടെ മുഖം മനസ്സിലോർമ്മയുണ്ട്, പക്ഷേ എന്താ പറയുക, സംഗതി പെട്ടെന്ന് പേര് വായിൽ കിട്ടാൻ പ്രയാസമാണ്. ദീപക് പരമ്പോൾ അങ്ങനെ എന്തോ ആണ്. എന്താണ് ഇതിൽ ഭയങ്കര പെർഫോമൻസ് അങ്ങനെയല്ലടാ, ഇത് അങ്ങനെ അടിപൊളിയായി കൊടുത്ത സാധനങ്ങളൊക്കെ എല്ലാവരും നല്ല നാച്ചുറലായിട്ട് ചെയ്ത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, എഴുത്ത്, ഡയറക്ഷൻ, ഇതിൻ്റെ സ്റ്റോറി, കാസ്റ്റിങ്, എവ്രിത്തിങ് പെർഫെക്റ്റാണ്. അത്രയും എൻഗേജിങ് ആയിട്ട് സിനിമ പോയിട്ടുണ്ട്. നല്ലൊരു സിനിമ, മ്യൂസിക്, എവ്രിത്തിങ്. അവസാനമൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോർഷനും ആ സംഗതികളൊക്കെ ഉണ്ടല്ലോ, അത് നന്നായി എടുത്തു വെച്ചിട്ടുണ്ടോ. ഇതൊരു ക്ലൈമാക്സ് തിങ്സ് ആൻഡ് ഓൾ. ഞാൻ പറയുന്നില്ല, കൂടുതൽ പറഞ്ഞിട്ട് നിങ്ങൾക്ക് സ്പോയിലർ അടിച്ച് കൈ തരുന്നില്ല. നിങ്ങൾ കാണും, ഒരു നല്ല സ്റ്റോറിയാണത്. സംഭവം ഇറുക്ക്. അപ്പോൾ പോയി കാണുക.